ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ തിരക്കും കാര്യങ്ങളും ഇവിടെ ഒന്ന് സെറ്റൊക്കെ ആവാൻ. ഇപ്പം ഞാൻ കറൻ്റ്ലി ഉള്ളത് കുവൈറ്റിലാണ്. ഇപ്പോൾ കുവൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂസിലൂടെ എല്ലാവരും അറിയുന്നുണ്ടാവും. പക്ഷെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തില്ല. ബാക്കിയുള്ളവിടെ എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ബാക്ക് ടു നോർമൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കുവൈറ്റിൽ ഇപ്പോൾ ബാക്ക് ടു നോർമലാണ്. ഇടയ്ക്കിടയ്ക്ക് സൈറണും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ നമുക്കത് എന്തിൻ്റെയാണെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാവരും വളരെ അലേർട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ആദ്യം തണുപ്പായിരുന്നു. അപ്പോൾ ആ തണുപ്പിലൊന്ന് സെറ്റാകാൻ കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു. പിന്നെ കുറച്ച് ചൂടായി. ഇപ്പോൾ കുറച്ചും കൂടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ടൊക്കെ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഈ 2 ദിവസം മുമ്പ് സംസാരിച്ച ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം നീ സേഫാണോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചത്. ഞാൻ ഒന്നാമത് ഈ കാര്യത്തിൽ ബോധേഡായിരുന്നില്ല. കാരണം നമുക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവൾ പറഞ്ഞപ്പോൾ ഞാൻ തിങ്ക് ചെയ്തു. കാരണം ശരിയാണ്. കാരണം നമ്മൾ നല്ല സമയത്താണെങ്കിലും ചീത്ത സമയത്താണെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുമ്പോൾ ചിലപ്പോൾ അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു ജസ്റ്റ് നീ സേഫാണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ പൊതുവെ ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഒന്നും ചെയ്യാത്തൊരാളാണ്. അപ്പം ഇന്നലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇന്നലെ ജസ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവൾ നേരത്തെ അബുദാബിയിലായിരുന്നു. ഏകദേശം ഒരു 5-6 വർഷമായിട്ട് യാതൊരു കോൺടാക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വാട്സപ്പിൽ നമ്പറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് കാണും, അതൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ജസ്റ്റ് എന്തെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവൾ ജസ്റ്റ് ഇന്നലെ എനിക്ക് ഒരു രാത്രി മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, നീ സേഫ് അല്ലേ, നീ ഓക്കെ അല്ലേ, ഫാമിലി എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ചിലരുടെ ആ മെസ്സേജ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് സംസാരിച്ച വ്യക്തികളാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നീ സേഫാണോ എന്ന് ഇവർ ജസ്റ്റ് നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഈ ഒരു പ്രശ്നം എന്നല്ല, നമുക്കിപ്പോൾ ഒരു മരണം ഏതൊരു കാര്യമാണെന്ന് വെച്ചു തന്നത്. അപ്പോൾ നാട്ടിലാണെങ്കിലും നമുക്ക് ഇവിടെയാണെങ്കിലും സംഭവിക്കാം. അപ്പം അത് നമുക്ക് അതിലൊന്നും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫാമിലിയിൽ നാട്ടിൽ ഒരു ഹസ്ബൻഡ് ഫാമിലിയിലുള്ള ഒരു ചേച്ചിയുടെ മോള് 21 വയസ്സൊക്കെ ആയിട്ടുള്ള ചെന്നൈയിലൊരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ന്യൂസ് വൈകിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ കുറച്ച് ഡെസ്പായിരുന്നു. കാരണം ആ കുട്ടി വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ കണക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓരോരുത്തർ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന സമയത്തും നമ്മൾ കണ്ടിന്യൂസ് കോണ്ടാക്റ്റുള്ള വ്യക്തികൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. അങ്ങനെ നമുക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നത്, ഞാനിപ്പോൾ UAE എൻ്റെ കുറേ ഫ്രണ്ട്സ്, എൻ്റെ ഒരു 80% ഫ്രണ്ട്സും UAE അപ്പം ഞാനും അതിൽ കുറേ പേര് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇന്നലെ മെസ്സേജൊക്കെ അയച്ച് സേഫാണോ കാര്യങ്ങൾ, അവരും കുറേ പേര് എനിക്കും മെസ്സേജ് അയച്ചു, ഞാൻ കുറച്ച് പേർക്ക് ഞാനും മെസ്സേജ് അയച്ചു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇവർ ഒരു ഫണ്ണായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതൊരു പലരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഞാൻ ആരിൽ നിന്ന് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തായാലും എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വരികയും ഇങ്ങനെയൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് എന്തോ വീഡിയോ ചെയ്യാൻ എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാം വേഗം ഓക്കെ ആവും. സോ എല്ലാം ബാക്ക് ടു നോർമൽ ആവട്ടെ, ആർക്കും ഒരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും ഫാമിലീസൊക്കെ പുറത്തുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.